ആർ ശ്രീജിത്ത്, എന്തായാലും നമ്മൾ ഒരുപാട് ദിവസമായി ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത്. നമ്മൾ മാത്രമല്ല, അത് ഹൈക്കമാൻഡും ഇങ്ങനെ രാപ്പകലില്ലാത്ത ചർച്ചയോട് ചർച്ച. അവസാനം ഇപ്പോൾ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണല്ലോ അറിയാൻ കഴിയുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും? മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അല്പം നീണ്ടുപോയി എന്നുള്ളത് വാസ്തവമാണ്. സാധാരണ നിലയിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരം ചർച്ചകൾക്ക് ഒരല്പം സമയമെടുക്കാറുണ്ട്. ഒരു കേഡർ സ്വഭാവമുള്ള സംഘടനയോ അല്ലെങ്കിൽ അത്തരം രീതികൾ അവലംബിക്കുന്ന പാർട്ടിയോ അല്ല കോൺഗ്രസ്. ജനാധിപത്യപരമായ ഉള്ളടക്കം ഇപ്പോഴും നിലനിർത്തിപ്പോകുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയിൽ വിവിധ തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. അത്തരക്കാരുടെ എല്ലാം തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ എടുക്കുന്ന സ്വാഭാവികമായ ഒരു കാലതാമസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ന്യായീകരണം. എന്നാൽ മെയ് 4 ഫലപ്രഖ്യാപനം വന്ന് ഇന്നിപ്പോൾ മെയ് 13 ആയിരിക്കുന്നു. ഏതാണ്ട് 9ാമത്തെ ദിവസമായി, 9 ദിവസം കഴിയുകയാണ്. അപ്പോൾ ഇതിനകം തീരുമാനം വരാത്തത് ഈ 102 സീറ്റ് എന്ന തിളക്കമാർന്ന വിജയം സമ്മാനിച്ച ജനങ്ങളോടുള്ള ഒരു അവഹേളനമായി ഇട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല, കേരളത്തിൽ എവിടേക്ക് തിരിഞ്ഞാലും കോൺഗ്രസ് നേതാക്കളോ UDF പ്രവർത്തകരോടോ ആളുകൾ ചോദിക്കുന്ന ചോദ്യം, എന്തിന് മാധ്യമപ്രവർത്തകരായ നമ്മളോട് പോലും ചോദിക്കുന്ന ചോദ്യം, ആരാണ് മുഖ്യമന്ത്രി, എന്തെങ്കിലും തീരുമാനമായോ എന്നാണ്. അപ്പോൾ വലിയ തോതിൽ രാഷ്ട്രീയ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചും കോൺഗ്രസിന് നേതൃത്വം എടുത്ത ഈ ഒരു സമീപനം തീർത്തും ഉദാസീനമായി പോയി എന്ന വിമർശനം വളരെ ശക്തമാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒന്നല്ല കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവ് ആര് എന്നത്. കാരണം 3 പ്രധാനപ്പെട്ട നേതാക്കളാണ് അതിനുവേണ്ടി കണ്ടന്റ് ചെയ്യുന്നത്. അതായത് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല. ഈ 3 നേതാക്കൾക്കും അവരുടേതായ സംഭാവനകളും അവരുടേതായ അഡ്വാൻറ്റേജസും ഉള്ള ആളുകളാണ്. അപ്പോൾ ആരെ തഴഞ്ഞ് ആരെ നേതാവാക്കും എന്നുള്ള പ്രശ്നം അത് വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന വിഷയമല്ല. MLA-മാരെ കാണുകയാണ് കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള വ്യവസ്ഥാപിതമായ ആദ്യത്തെ നടപടി. ആ നടപടി പൂർത്തിയാക്കിയപ്പോൾ KC വേണുഗോപാലിനാണ് മൃഗീയമായ ഭൂരിപക്ഷമുള്ളത്. 63 കോൺഗ്രസ് MLA-മാരിൽ 47 പേരുടെ പിന്തുണ KC വേണുഗോപാലിനുണ്ട്. രാജ്യത്ത് ഇതുവരെ കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിൽ MLA-മാരുടെ പിന്തുണ അവഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് നിയമസഭാ കക്ഷി നേതാവിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ കാര്യത്തിൽ കോൺഗ്രസ് പോയിട്ടില്ല എന്ന ചരിത്ര വസ്തുത നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത് KC വേണുഗോപാൽ അല്ലേ എന്ന ചോദ്യമാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്നത്. എന്നാൽ മറുവശത്താകട്ടെ UDF-ലെ ഘടകകക്ഷികളുടെ ഭൂരിപക്ഷ പിന്തുണ VD സതീശന് അവകാശപ്പെടുന്നു. മാത്രമല്ല, മുന്നണിയെ നയിച്ച ആൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി പദത്തിലേക്ക് വരേണ്ടതല്ലേ എന്നുള്ള ഒരു നാച്ചുറൽ ചോയ്സായി വരേണ്ടതല്ലേ എന്ന കാര്യം ഉയർത്തിയ ഒരു പൊതുവികാരവും അദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ ഈ മറ്റൊരു നേതാവുള്ളത് ഏറ്റവും സീനിയറായ നേതാവായ രമേശ് ചെന്നിത്തലയാണ്. KK കരുണാകരൻ്റെ നേതൃത്വത്തിൽ DICK രൂപീകരിച്ച് പാർട്ടി വളർത്തി പുറത്തുപോയപ്പോൾ കേരളത്തിലെ കോൺഗ്രസിലെ നിലനിർത്തിക്കൊണ്ടുവരികയും 8 വർഷക്കാലം KPCC-യുടെ അധ്യക്ഷനായിരിക്കുകയും നിരവധി തവണ മന്ത്രിയും MLA-യും MP-യും ഒക്കെ ആയ സീനിയറായ ഭരണകർത്താവാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തെ അവഗണിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? അപ്പോൾ ഈ 3 നേതാക്കളുടെ കാര്യത്തിൽ ഒരു പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നതല്ല. അതിലുണ്ടായ കാലതാമസമാണ്. 3 പേരും വിട്ടുവീഴ്ചയ്ക്കും പിന്മാറാനും തയ്യാറല്ലായിരുന്നു. അങ്ങനെ വന്ന കാലതാമസമാണ് ഇതിൽ ഉണ്ടായത്. എങ്കിൽ പോലും ആ കാലതാമസം അക്ഷന്തവ്യമായ ഒരു പിഴവായി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ഡൽഹിയിൽ നിന്നൊരു പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വാർത്ത വരുന്നുണ്ട് ശ്രീജിത്ത്. മുഖ്യമന്ത്രി VD സതീശൻ എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. KC വേണുഗോപാലിനെ മല്ലികാർജുൻ ഖാർഗെ വിളിപ്പിച്ചു എന്നുള്ള സൂചനകൾ ഈ നിമിഷം വരുന്നുണ്ട്. ഹൈക്കമാൻഡ് നീക്കം KC അനുനയിപ്പിക്കാൻ എന്നതാണ് സൂചന. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശനോ എന്നുള്ള ചോദ്യം. അനുനയിപ്പിക്കാൻ KC വേണുഗോപാലിനെ ഖാർഗെ വിളിപ്പിച്ചിരിക്കുന്നു. അനുനയിപ്പിക്കാനുള്ള നീക്കം എന്നുള്ളതാണ് വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.